അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് നാൾ റെസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും കാഡിറ്റാനോ പെയറാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയി നമ്മൾ അമ്മാമ്മ വീട്ടിലോട്ടാണ്. ഇതാണ് നമ്മളെ ഓറിയോ. എവളെ പപ്പീസാണ് ഇപ്പോൾ സെയിലിനുള്ള. ഇന്ന് 3 സെയിലായിട്ടുണ്ട്. അപ്പോൾ പപ്പീസിനെ കൊണ്ട് നമ്മൾ നേരെ പോയത് ഉല്ലാസേരൻ്റെ ഷോപ്പിലേക്കാണ്. ഈ കാണുന്നതെല്ലാം ഉല്ലാസേരൻ്റെ ഷോപ്പിൽ സെയിലിങ്ങിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന പപ്പീസ്. ഇത് മെയിൽ പപ്പിയാണ്. ഇനി 2 ഫീമെയിൽ പപ്പീസും കൂടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ശാർക്കര ബൈപ്പാസിൻ്റെ അടുത്താണ് ഉല്ലാസേൻ്റെ ഷോപ്പ്. അവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് നമ്മളെ ഉല്ലാസേട്ടൻ. ശാർക്കര ബൈപ്പാസിൻ്റെ അടുത്തായിട്ടാണ് ഉല്ലാസേൻ്റെ ഷോപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴി നമുക്കൊരു ബ്രോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പപ്പീനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 2 പപ്പീനെ പാക്ക് ചെയ്തിട്ട് ഒരു പപ്പി നമുക്കും ഒരു പപ്പിക്ക് ആ ബ്രോയ്ക്കും ആയിരുന്നു. അങ്ങനെ നമ്മൾ പപ്പീസിനെ കൊണ്ട് നേരെ വീട്ടിൽ വന്ന് ഊൾഫീനെ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ശരിക്കും ഈ പപ്പീൻ്റെ അമ്മ ഊൾഫീൻ്റെ കൂടെ വളർന്നതാണ്. പിന്നെ നമ്മൾ പ്രാവിനെല്ലാം ഫീഡ് ചെയ്തു. ഇന്ന് ഞാൻ തിരിച്ചു പോകുന്ന ദിവസമാണ്. എൻ്റെ കോളേജൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ടയൊക്കെ തിരിച്ചു വെച്ച് പിന്നെ ഓൾറെഡി ഞാൻ ബാഗും കാര്യങ്ങളെല്ലാം പാക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുൾ ഓട്ടോ ആയിരുന്നു. ഒന്നിനും സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ കാറിലെ എല്ലാ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അമ്മേനോടും ഏട്ടത്തിനോടും കുഞ്ഞമ്മേനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറി. വണ്ടി കയറിയതും പിന്നെ കുറച്ച് നേരം കെയറിങ്ങിൻ്റെ മോഡ് ഓണായി. ശ്രദ്ധിച്ച് പോകണം, പുറത്തിറങ്ങരുത്, എത്തിയാൽ വിളിക്കണം എന്നൊക്കെയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ടാറ്റയ്ക്ക് കൊടുത്ത് നേരെ ചിറയൻകീഴ് സ്റ്റേഷൻ. ഒരുപാട് നാളിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വരുന്ന. വെക്കേഷൻ കഴിഞ്ഞ ശേഷം ഈ വഴി വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ വീണ്ടും തിരിച്ചു പോകാനാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള മാറ്റമായിരുന്നു. സ്റ്റേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ കളർഫുള്ളാണ്. പിന്നെ നമ്മൾ അച്ഛന് ടാറ്റയൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റേഷൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ നടന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്റ്റേഷൻ ഇതേപോലെ അടിപൊളിയായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു പോകാനുള്ള. ഇതാണ് എൻ്റെ സ്റ്റേഷൻ. പിന്നെ മേൽപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഉടനെ തന്നെ എല്ലാ പണിയും കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ബാഗൊക്കെ വെച്ച് 9:15 ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു. പിന്നെ ആ എവനെയും കളിപ്പിച്ച് കുറച്ച് നേരം ഇരുന്നു. ഏകദേശം ഒരു 9:30 ആയപ്പോൾ തന്നെ ട്രെയിൻ വന്നു. വിചാരിച്ച പോലെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. സീറ്റൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ബാഗൊക്കെ സേഫാക്കി. അപ്പോൾ സീ യു ഗായ്സ്. ഇനി മലപ്പുറത്ത് കാണാം.